ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺ എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള ദ ബോയ് ഹു ഹാൻസ് ദ വിങ്സ് എന്ന് പറയുന്ന ലെസണാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഹു മെയ്ഡ് എൻ ഇൻവെൻഷൻ ദാറ്റ് സേവ് ഹിസ് വില്ലേജ് ഫ്രം ഹങ്കർ. അപ്പോൾ എന്താണ്, ഒരു ബോയിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ആ ബോയ് എന്ത് ചെയ്തു? ആ ബോയ് ഹു മെയ്ഡ് ആൻ ഇൻവെൻഷൻ ദാറ്റ് സേവ് ഹിസ് വില്ലേജ് ഫ്രം ഹങ്കർ. അപ്പോൾ ആ ബോയുടെ എന്തോ ഒരു കണ്ടുപിടുത്തം എന്തിന് ഇതാക്കി? ആ വില്ലേജിലെ ഒരുപാട് ആൾക്കാരെ എന്തിൽ നിന്ന്? വിശപ്പിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോയുടെ സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ പാഠഭാഗം. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. വില്യം കംക്വാക്ക ആൻഡ് ബ്രയൻ മീലർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി, എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക, പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റ്നിങ് ദെയർ ഹോംസ്. അപ്പോൾ എന്താണ്, ആഫ്രിക്കയിലെ ഒരു പുവറായിട്ടുള്ള കുറച്ച് ദരിദ്രമായിട്ടുള്ള ഒരു സ്മോൾ വില്ലേജാണ് മലാവി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് എന്താ, അവരുടെ വീട്ടിൽ കുറച്ച് വെളിച്ചം വരാനുള്ള അതിനുള്ള പൈസ പോലും അവരിലില്ല. അപ്പോൾ അത്രയും ദരിദ്രരായിട്ടുള്ള ആൾക്കാരായിരുന്നു ആ വില്ലേജിൽ ഉണ്ടായിരുന്നത്. സോ ദ വില്ലേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്, വെന്റ് ടു ബെഡ് as soon as night fell. അപ്പോൾ എന്താണ്, അപ്പോൾ രാത്രി എപ്പോൾ ആയി എന്ന് വെച്ചാൽ അവിടെയുള്ള മിക്ക ഫാമേഴ്സും എന്ത് ചെയ്യും? അപ്പം തന്നെ ഉറങ്ങാൻ പോവും. ബട്ട് ഫോർ വില്യം, എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. പക്ഷെ എന്താണ്, ഒരു യങ് ബോയ് ഉണ്ട്. ആ യങ് ബോയുടെ പേരാണ് വില്യം. അപ്പോൾ ആ വില്യമിന് എങ്ങനെയാണ്, ഇങ്ങനെ ഇരുട്ടായാലാണ് ഇരുട്ടാവുന്നത്, അതിന് സ്വപ്നം കാണാനുള്ള സമയമാണ്. He dreamed of putting together things and taking them apart. അപ്പോൾ ആ സമയത്ത് എന്താണ്, അവൻ കണ്ട സ്വപ്നങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കാനും അവയിൽ നിന്ന് വേർതിരിക്കാനും ഒക്കെയായിരുന്നു ഈ രാത്രി സമയം വില്യം ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, he kept toy trucks with wheels made of bottle caps under his bed. അപ്പോൾ എന്താണ്, ബെഡിൻ്റെ താഴെ അവൻ എപ്പോഴും എന്ത് വെക്കുമായിരുന്നു? ടോയ് ട്രക്സ്. നമ്മൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട് മൂടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ടോയ് ട്രക്ക് ഉണ്ടാക്കില്ലേ, അപ്പോൾ അതെപ്പോഴും ഇവൻ കട്ടലിൻ്റെ താഴെ, ബെഡിൻ്റെ താഴെ വെച്ചിരുന്നു. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. അപ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ ഇവന് വല്ലാത്തൊരു ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആകർഷിക്കുക. അപ്പോൾ വല്ലാത്തൊരു ആകർഷണമായിരുന്നു. വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹി വുഡ് വണ്ടർ. അപ്പോൾ എന്താണ്, അപ്പോൾ എവിടെയാണ്, ഇപ്പോൾ റേഡിയോയിൽ കാണുമ്പോൾ നമ്മൾ സൗണ്ട് മാത്രമല്ലേ കേൾക്കുള്ളൂ, അപ്പോൾ എവിടെയാണ് ഈ മ്യൂസീഷ്യൻസും സിംഗേഴ്സും? അപ്പോൾ അത് ആലോചിച്ച് അവൻ അത്ഭുതപ്പെടുമായിരുന്നു. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തിരുന്നു? അവൻ ഈ പഴയ റേഡിയോ ഒക്കെ തുറന്നു നോക്കിയിരുന്നു. ആസ് ഹി ലേ awake, his grandpa's tales of magic flashed through his mind. Ghost dancers in the stories seemed to thrill before his eyes. അപ്പോൾ എന്താണ് പറയുന്നത്, ആസ് ഹി അവേക്ക്. അപ്പോൾ ഇവൻ ഉണർന്നിരിക്കുമ്പോൾ എന്തുണ്ടാവുക, ഈ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ മാജിക് സ്റ്റോറീസ്, മാന്ത്രിക കഥകളൊക്കെ അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവും. അപ്പോൾ എന്താണ്, ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് seemed to thrill before his eyes. അപ്പോൾ അതിലെന്താണ്, ഈ ഗോസ്റ്റിൻ്റെ ഡാൻസും കാര്യങ്ങളും ഒക്കെ അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവും. As William worked in the fields at dawn, he imagined he could see magical beings among the rows of maize. അപ്പോൾ എന്താണ്, ഈ വില്യം ഫീൽഡിൽ, പാടത്തിലൊക്കെ ഇങ്ങനെ രാവിലെ പണി ചെയ്യുമ്പോൾ he imagined he could see magical beings among the rows of maize. അപ്പോൾ എന്താണ്, ഈ വില്യം ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഇമാജിൻ ചെയ്യും, എന്താണ്, മാജിക്കലായിട്ട് എന്തോന്ന്
മെയ്സിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. As trucks rumbled across the path, he wondered how their engines made them go. അപ്പോൾ എന്താണ്, അപ്പോൾ അതിലൂടെ ട്രക്ക് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ വില്യം ആലോചിക്കും എങ്ങനെയാണ് ഇതിൻ്റെ എൻജിൻ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കും. ഓക്കെ, ലുക്ക് where you throw your hoe, his father would shout, shaking him out of his dreamy thoughts. അപ്പോൾ എന്താണ്, അപ്പോൾ വില്യം ഇങ്ങനെ ഓരോന്ന് ഇതിൻ്റെ എൻജിൻ എങ്ങനെയായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫാദർ എന്തോ പറയുന്നത്. അപ്പോൾ ഫാദർ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ലുക്ക് where you throw your hoe. അപ്പോൾ ഹോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ നീ അത് ഹോ എവിടേക്കാണ് വലിച്ചെറിഞ്ഞിക്കണമെന്ന് നോക്കുമെന്ന് അച്ഛൻ ഷൗട്ട് ചെയ്യാണ്. ബട്ട് ദ മാജിക്കൽ ബിഗിൻസ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. വിത്തൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച്ഡ് ദ ഫീൽഡ്സ്. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെന്റ് അൺആൻസേർഡ്. അപ്പോൾ എന്താണ് പറയുന്നത്, ബട്ട് ദ മാജിക്കൽ ബീൻസ് ഓഫ് വില്യംസ് imagination could not bring rain. പക്ഷെ എന്താണ്, അവിടെയുള്ള മാജിക്കൽ ബീൻസ് ഒന്നും അവിടേക്ക് എന്ത് കൊടുന്നില്ല, റെയിൻ കൊടുന്നില്ല. അപ്പോൾ മഴ ഇല്ലാണ്ട്, വിത്തൗട്ട് വാട്ടർ ഇല്ലാണ്ട് എന്താണ്, ദ ആംഗ്രി സൺ സ്കോച്ച് ദ ഫീൽഡ്സ്. അപ്പോൾ സണ്ണിങ്ങനെ നന്നായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കോച്ച് എന്ന് പറഞ്ഞാൽ ബേൺ ബൈ ഹീറ്റ് ഓർ ഫയർ, നന്നായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെൻ അൺആൻസേർഡ്. അപ്പോൾ എന്താണ്, അവിടെയുള്ള കർഷകരൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്തില്ല. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ മെയ്സ് ഉണ്ടായിരുന്ന അതൊക്കെ എന്തായി, ആകെ പൊടിയൊക്കെ പിടിച്ച് മഴയില്ലാണ്ട്. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗെയിൻ ടു സ്റ്റാർവ്. സൂൺ വില്യംസ് ഫാദർ ഗേതേർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്, ഫ്രം നൗ on we eat only one meal per day, make it last. മഴ ഇല്ലാണ്ട് തന്നെ എന്തുണ്ടായി, അവിടെയുള്ള മെയ്സൊക്കെ ആകെ നാശമായി, ആകെ ഡസ്റ്റൊക്കെ പിടിച്ചു പോയി. അപ്പോൾ എന്താണ്, അവിടെ ഫുഡ് ഇല്ലാണ്ട് എല്ലാവർക്കും എന്തായി, വിശപ്പാവാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഫാദർ പറയാണ്, സ്റ്റാവ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാവ് എന്ന് പറഞ്ഞാൽ പട്ടിണി. അപ്പോൾ ഫുഡ് ഇല്ലാണ്ട് ആ പ്രദേശത്തുള്ളവരൊക്കെ പട്ടിണിയിലായി. അപ്പോൾ ഈ വില്യംസിൻ്റെ ഫാദർ കുട്ടികളൊക്കെ കൂടി ഒരുമിച്ചിരുത്തി പറയാണ്, ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു നേരം മാത്രമാണ് മീല് കഴിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്ക് ഇറ്റ് ലാസ്റ്റ്. അപ്പോൾ എന്താണ്, ഇത് നമ്മുടെ ലാസ്റ്റത്തേന്, ഇനി നമ്മൾ ഒരു നേരം മാത്രമാണ് മീല് കഴിക്കുള്ളൂ എന്ന് പറയാണ്. കാരണം അവിടെ എന്താണ്, അവിടെ മഴ പെയ്യണില്ല, മെയ്സിൻ്റെ കൃഷിയൊക്കെ പോയി, അവിടെയുള്ള ആൾക്കാർ പട്ടിണിയിലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ കഴിക്കുന്ന മീല് ഒരെണ്ണമാക്കി കുറച്ചു. ഓക്കെ, in the evening they sat around the lantern and ate their handful of food, watching hungry people pass like spirits along the road. അപ്പോൾ എന്താണ്, അപ്പോൾ വൈകുന്നേരമായപ്പോൾ, ഈവനിങ് ആയപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, ഒരു വിളക്കിൻ്റെ, ലാൻറ്റേൺ എന്ന് പറഞ്ഞാൽ വിളക്കാണ്. അപ്പോൾ ആ വിളക്കിൻ്റെ ചുറ്റും ഇരുന്നിട്ട് അവരുടെ ഫുഡ് അവർ കഴിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കുന്നത്, വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ വിശന്ന ആൾക്കാർ, നല്ല ഹംഗ്രി ആയിട്ട് നല്ല വിശപ്പുള്ള ആൾക്കാർ എന്താണ്, ആ റോട്ടിലൂടെ ഇങ്ങനെ എന്താണ്, സ്പിരിറ്റ്സ് പറഞ്ഞാൽ ആത്മാക്കളുടെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരെ നോക്കിക്കൊണ്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്. മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. അപ്പോൾ എന്താണ്, അപ്പോൾ എന്തുണ്ടായി, മഴ ഇങ്ങനെ ഇല്ലാണ്ടായപ്പോൾ ഇങ്ങനെ ഫുഡിനൊക്കെ ക്ഷാമം വന്ന് അവർ കയ്യിലുള്ള പൈസയും എന്താണ്, കുറഞ്ഞു വന്നു. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. അപ്പോൾ അത്രയും ലക്കി ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റിയത്. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ സ്കൂള് മുടക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂള് നിർത്തിയിട്ടുള്ള
ഒരാളിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? വില്യം. ഫോർ വീക്സ് ഹീ സക്ഡ് അറൗണ്ട് എ മാംഗോ ട്രീ. അപ്പോൾ എന്താണ്, കുറേ കാലം ഇങ്ങനെ അവരെ നോക്കി, സ്കൂളിലത്തെ കുട്ടികളെ നോക്കിയിട്ട് ഇങ്ങനെ എന്താണ് ഈ മാംഗോ ട്രീയുടെ, അതായത് മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കും. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് എന്ത് ഓർമ്മ വന്നത്? റോഡിൻ്റെ താഴെയുള്ള ലൈബ്രറിയെ കുറിച്ചിട്ട്. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻ പിക്ചേഴ്സ്. അപ്പോൾ ആ ലൈബ്രറിയിൽ എന്തുണ്ട്? സയൻസ് ബുക്സ് ഉണ്ട്. അപ്പോൾ ആ സയൻസ് ബുക്കിൽ എന്താണ്, നല്ല നല്ല പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിത്ത് സം ഡിഫിക്കൽറ്റി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സൂൺ ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾ മ്യൂസിക് ഫ്രം ദ സ്കൈ. അപ്പോൾ അങ്ങനെ സയൻസ് ബുക്ക് വായിച്ചപ്പോൾ പതിയെ അവന് മനസ്സിലായി എങ്ങനെയാണ് ഈ ബിഗ് ട്രക്സിൽ എൻജിൻസ് മൂവ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് റേഡിയോസിൽ നിന്ന് മ്യൂസിക് വരുന്നത് എന്നും. ഓക്കെ. But what attracted him the most was the picture of a machine teller than the tallest tree he had seen. അപ്പോൾ എന്താണ് അവനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മെഷീൻ ടെല്ലറാണ്. ഓക്കെ. അപ്പോൾ അതെന്താണ്, ഒരു ടോളസ്റ്റ് ട്രീനേക്കാളുണ്ട്. അപ്പോൾ അതിനേക്കാൾ അവനെ അത്ഭുതപ്പെടുത്തിയത് മെഷീൻ ടെല്ലറായിരുന്നു. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ അപ്പോൾ എന്താണ്, നല്ല വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഫാനിനെ പോലെയുള്ള ബ്ലേഡ്സ് ഉണ്ട്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജയൻറ്റ് പിൻ വീൽ. അപ്പോൾ എന്താണ്, വലിയ ഒരു പിൻ വീൽ പോലെയാണ് കാണുമ്പോൾ ഉണ്ടാവുക. വില്യം റീഡ് ഓൺ. ഹി ലേൺ ദാറ്റ് ഇറ്റ് was a machine that produced electricity and pumped water. അപ്പോൾ അവൻ അതിൽ പഠിച്ചു എന്താണ് ഇതെന്ന് പറയുന്നത്, ഒരു മെഷീനാണ്. ഇതെന്തുണ്ടാക്കും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ വെള്ളത്തിനെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. അപ്പോൾ വില്യം എന്താണ്, കണ്ണുകൾ ഇങ്ങനെ അടക്കുകയാണ്. ഹീ സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ഗ്രൗണ്ട്. എന്നിട്ട് എന്താണ്, അവന് ഈ വെള്ളം ഇങ്ങനെ മെഷീൻ എടുക്കുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്നത് ഇങ്ങനെ സ്വപ്നം കാണാണ്. ദ വാട്ടർ ഗഷ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് ടേണിങ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. അപ്പോൾ ഇങ്ങനെ വെള്ളം കിട്ടാത്ത ഫീൽഡിലേക്ക്, മെയ്സിൻ്റെ ഫീൽഡിലേക്ക് ഈ വെള്ളം ഇങ്ങനെ പോവുകയാണ് ഇതുപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പോകുമ്പോൾ അവിടെയുള്ള മെയ്സ് ജോളമൊക്കെ നന്നായി പച്ചപ്പിൽ നല്ല വലുതായിട്ട് വളരുകയാണ്. ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ എ മെഷീൻ, ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അപ്പോൾ വിൻഡ് മിൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെഷീൻ മാത്രമല്ല, ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അപ്പോൾ ഹങ്കറിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വിശപ്പിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം ആണ് ഈ മെഷീൻ എന്ന് വിൻഡ്മില്ല് എന്ന് പറയാണ്. ഓക്കെ. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പർ ടു ഹിംസെൽഫ്. അപ്പോൾ വില്യത്തിൻ്റെ മനസ്സിൽ തന്നെ പറയാണ്, ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുമെന്ന് മനസ്സിൽ ഇങ്ങനെ വില്യം പറയാണ്. ദ ജങ്ക് യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. അപ്പോൾ വില്ലേജിലുണ്ടായിരുന്ന ജങ്ക് യാർഡ് എന്തായിരുന്നു? ഒരു ട്രഷർ ഹൗസ് ആയിരുന്നു. വില്യംസിന് അതൊരു ട്രഷർ ഹൗസ് ആയിരുന്നു. ഹി ഫൗണ്ട് തിങ്സ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീംസ്. അപ്പോൾ അവിടെ ഈ വില്യമിൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് കിട്ടാറുണ്ട്. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്കപ്പ് ലൈക്ക് എ ട്രാക്ടർ, ഫാൻ ഓർ സം പൈപ്പ്. അപ്പോൾ അവിടുന്ന് എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് എന്തൊക്കെ? ട്രാക്ടർ, ഫാന്, അല്ലെങ്കിൽ കുറച്ച് പൈപ്പുകളൊക്കെ. അതർ തിങ്സ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾട്ട് ഹി ഹാഡ് ടു റിമൂവ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളായിട്ടുള്ള ബിയറിങ്സും ബോൾട്ടും ഒക്കെ റിമൂവ് ചെയ്തു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽ ഇൻ ഹിസ് ബോഡി. ദ വീൽ ഓഫ് ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നല്ല ബോഡി മസിലൊക്കെ നല്ല സ്ട്രെയിൻ ചെയ്തിരുന്നു. The wheel for the electric wind was a big problem.
അപ്പോൾ ഈ ഇലക്ട്രിക് വിൻഡിന് ഒരു വീല് കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു പ്രോബ്ലം തന്നെ ആയി മാറി. ബട്ട് ആഫ്റ്റർ മച്ച് റാങ്ക്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം, ഒരുപാട് പരിശ്രമത്തിന് ശേഷം വില്യമിന് അത് കിട്ടി. എങ്ങനെയെന്ന് മനസ്സിലായി. വില്യംസ് ഫാദർ allowed him to take out one of the wheel of the bicycle. അപ്പോൾ വില്യമിൻ്റെ ഫാദർ പറഞ്ഞു, എന്ത്, ബൈസിക്കിളിലത്തെ ഒരു വീലെടുത്തോ, ഒരു ചക്രം എടുത്തോ. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അപ്പോൾ അതെന്തായിരുന്നു, കുറച്ച് ത്യാഗം, വലിയ ഒരു ത്യാഗം തന്നെയായിരുന്നു. ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇത് കുറച്ച് ത്യാഗമായി മാറിയത്? ആ ബൈസിക്കിളായിരുന്നു ആ ഫാമിലിയിലുള്ള ആകെ കൂടിയുള്ള ഒരു വാഹനം എന്ന് പറയുന്നത്. Go away, William shouted to the birds and spiders which had made the junkyard their home. അപ്പോൾ എന്താണ്, കുറച്ച് ബേർഡ്സും അതുപോലെ കുറച്ച് സ്പൈഡേഴ്സും ഒക്കെ ഈ ജങ്ക്യാർഡ് അവരുടെ വീടായിട്ട്, അതായത് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരോടൊക്കെ ഗോ അവേ, അവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് വില്യം പറയാണ്. ആസ് വില്യം carried his prized possessions home, the villagers said to each other, he is crazy. Only crazy people play with trash. അപ്പോൾ ഈ ട്രാഷിൽ നിന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയിട്ട് വീട്ടിലേക്ക്, അവനക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവൻ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ വില്ലേജേഴ്സ് എന്ത് പറയും? ഹീസ് ക്രേസി, അവന് പ്രാന്താണ്. ഈ പ്രാന്തായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ട്രാഷിൽ നിന്നൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ കളിക്കുള്ളൂ എന്ന് വില്ലേജേഴ്സ് പറയും. After many weeks, William arranged his pieces in the dirt. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, അവന് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? എ ബ്രോക്കൺ ബൈസിക്കിൾ, റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. There was even a small generator that powered a headlight on a bike. അപ്പോൾ അതിൽ എന്തും കൂടെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ജനറേറ്റർ ഉണ്ടായിരുന്നു. ഈ ബൈക്കിൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റ് ആക്കാൻ പറ്റിയ ചെറിയൊരു ജനറേറ്ററും ഉണ്ടായിരുന്നു. For 3 days he bolted, banged and tinkered. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ 3 ദിവസം കൊണ്ട് അതെന്തുണ്ടാക്കി, അതൊരു ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ചിക്കൻ സ്കോക്ക്ഡ്, ഡോഗ്സ് ഹോൾഡ് ആൻഡ് നൈബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്. വാട്ട്സ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിക്കൻ, അതായത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സൗണ്ട് ഉണ്ടാക്കുക, അതുപോലെ ഡോഗ്സ് ഓലിടുക. ദെൻ നൈബേഴ്സ് അവരെ തലയാട്ടിയിട്ട് പറയാണ്, വാട്ട്സ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ. അപ്പോൾ ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവൻ എന്തായി ചെയ്യുന്നത് എന്ന് അയൽവാസികളൊക്കെ പറയാണ്. ഓക്കെ, ബട്ട് ഹിസ് കസിൻ ജിയോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. പക്ഷെ എന്താണ്, അവൾക്ക് ആരൊക്കെ വന്നു? അവൻ്റെ കസിനായിട്ടുള്ള ജിയോഫ്രിയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗിൽബർട്ടും അവൾക്ക് പെട്ടെന്ന് തന്നെ വന്നു. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻ, ദി ആസ്ക്ഡ് ഹിം. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, ഈ ഇലക്ട്രിക് വിന്നിന് ഞങ്ങൾ നിന്നെ സഹായിക്കണമെന്ന് അവർ മാത്രം ഇവനോട് ചോദിച്ചു. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. അപ്പോൾ വില്യം പറയാണ്, ആക്സസ് എടുത്തിട്ട് എൻ്റെ കൂടെ പോരെ എന്ന് പറയാണ്. ഓക്കെ, വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. എന്നിട്ട് വില്യം എന്ത് ചെയ്ത് അവരെ ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോയി. ടുഗെദർ ദേ swung their sharp blades into the trunk of trees. They cut long planks and hammered them together to make the tower of the windmill. അപ്പോൾ എന്താണ്, വിൻമില്ലിൻ്റെ ടവർ ഉണ്ടാക്കാനായിട്ടുള്ള മരമൊക്കെ അവിടുന്ന് എന്ത് ചെയ്ത് എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് കട്ട് ചെയ്തെടുത്തു. They erected the tower and fixed huge blades on the top. അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള കുറച്ച് വലിയ ബ്ലേഡ്സ് ടോപ്പിൽ ഫിക്സ് ചെയ്തു. William had made a crude motor which would rotate as the wind turned the blades. അപ്പോൾ എന്താണ്, കാറ്റ് ഈ ബ്ലേഡിനെ എങ്ങനെ കറക്കിയാൽ എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്ന
എന്താണ് ഒരു മോട്ടർ വില്യം ഉണ്ടാക്കി. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് ഹീ കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടർ ടു ബൾബ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ കാറ്റ് ഇതിനെ കറക്കാൻ മാത്രം, ബ്ലേഡിനെ ടേൺ ചെയ്യാൻ മാത്രം ശക്തി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഹീ കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടർ ടു എ ബൾബ്. മോട്ടർ എന്താക്കി, മോട്ടറിൽ നിന്ന് ബൾബിലേക്ക് വയർ കണക്ട് ചെയ്തു. വില്യം, ജിയോഫ്രി ആൻഡ് ഗിൽബർട്ട് watched excitedly as the light glowed. അപ്പോൾ ഇങ്ങനെ ബൾബ് കത്തിയപ്പോൾ ഇവർ എക്സൈറ്റഡ്, വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അത് നോക്കി കാണുകയാണ്. It glowed faintly at first, but as the wind became stronger, it burned bright like a sun. അപ്പോൾ ആദ്യം ചെറുതായിട്ടാണ് കത്തിയത്, പക്ഷെ കാറ്റ് നന്നായി വീശിയപ്പോൾ എന്താണ്, അതൊരു സണ്ണിനെ പോലെ, സൂര്യനെ പോലെ അത്രയ്ക്കും ബ്രൈറ്റ്നെസ്സിൽ അത് കത്തി. Well then, one of the onlookers shouted. Soon everybody started cheering. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് വെൽഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, എല്ലാവരും ഇവരെന്താണ് ചിയർ ചെയ്യാണ്. ഐ ഹാവ് മെയ്ഡ് എൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സ്റ്റാറ്റിക്കലി. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെ എന്താണ് വില്യം ഷൗട്ട് ചെയ്യാണ്, വിളിച്ച് പറയാണ്, ഞാൻ എന്തുണ്ടാക്കി, ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കി. But William knew he had just begun. He had only managed to light a bulb with his windmill. അപ്പോൾ ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വില്യമിന് അറിയായിരുന്നു. വില്യമിന് എന്താണ്, ആകെ കൂടിയിട്ട് ബൾബ് കത്തിക്കാൻ മാത്രമാണ് പറ്റിയത്. But he had made the beginning. Soon another more powerful windmill would work a pump. It would water the fields in his village, creating food where once there was none. It would be a more wonderful magic than what he had heard in his grandpa's stories. അപ്പോൾ എന്താണ്, ഇപ്പോൾ ആകെ ബൾബ് കത്തിക്കാൻ മാത്രമാണ് പറ്റിയിട്ടുള്ളത്. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. പക്ഷെ എന്താണ്, തുടക്കം വില്യം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉടൻ തന്നെ എന്താണ്, വിൻമില്ലൊക്കെ, വാട്ടർ പമ്പ് ചെയ്യാൻ പറ്റുന്ന വിൻമില്ലൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്, ക്രിയേറ്റിംഗ് ഫുഡ് വൺസ് ദർ വാസ് നൺ. അപ്പോൾ ഒരു കാലത്ത് ഒന്നുമില്ലാത്ത പാടങ്ങളിൽ എന്താണ്, ഫുഡ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇറ്റ് വുഡ് ബി മോർ wonderful magic than what he had heard in the grandpa stories. അപ്പോൾ ഈ ഗ്രാൻഡ്പാ സ്റ്റോറീസിൽ, അതായത് ഇങ്ങനെ മാജിക്കൽ സ്റ്റോറീസൊക്കെ ഗ്രാൻഡ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ അവൻ കേട്ടിട്ടുള്ള സ്റ്റോറീനേക്കാൾ വണ്ടർഫുള്ളാണ് ഇത് എന്ന് അവനക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സ്റ്റോറി ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇനി കുറച്ച് സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ സൈഡ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വില്ലേജേഴ്സ് നേരത്തെ ഉറങ്ങാൻ പോയിരുന്നത്? എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് വെന്റ് ടു ബെഡ് ഏർലി? ബിക്കോസ് ദർ വാസ് നോ ഇലക്ട്രിസിറ്റി ഇൻ ദെയർ വില്ലേജ്. അവരുടെ വില്ലേജിൽ എന്തുണ്ടായിരുന്നില്ല? ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇവർ നേരത്തെ ഉറങ്ങാൻ പോയിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? അപ്പോൾ എന്തുകൊണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ വില്യമൊക്കെ പഴയ റേഡിയോസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിരുന്നത്? ബിക്കോസ് ഹി വാസ് ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട് വേർ ആർ ദ സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ്. അപ്പോൾ എന്താണ്, എവിടെയാണ് ഈ മ്യൂസീഷ്യൻസ്, അതുപോലെ എവിടെയാണ് ഈ സിംഗേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഇവനാകെ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വില്യം ഇങ്ങനെ ചെയ്തിരുന്നത്. ഇനി അടുത്തത്, വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിങ് ദ പാത്ത്? അപ്പോൾ ഈ ട്രക്സൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്തായിരുന്നു വില്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു? ഹി തോട്ട് അബൌട്ട് ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ എൻജിൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിങ്ങനെ പോകുന്നത് എന്നായിരുന്നു വില്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. What did William's father do to help the family survive? അപ്പോൾ എന്താണ് ഈ ഫാമിലി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ചെയ്തത്? He informed the children that they are decided to have only one meal per day. അപ്പോൾ ഫാദർ പറഞ്ഞു എന്താണ്, അവർക്ക് ഇനി മുതൽ ആകെ ഒരു മീൽ മാത്രമേ ഉള്ളൂ എന്ന് ഇൻഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫാദർ ഫാമിലി സർവൈവ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ്
വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്സ് ഇൻ ദ ലൈബ്രറി? അപ്പോൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന സയൻസ് ബുക്കിൽ നിന്ന് വില്യം എന്താണ് പഠിച്ചത്? എന്താണ്? ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ഇൻ ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അപ്പോൾ എങ്ങനെയാണ് ഈ ബിഗ് ട്രക്സിൽ എൻജിൻ വർക്ക് ആവുന്നത്, മൂവ് ആവുന്നത് എന്നും അതുപോലെ തന്നെ ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ, സ്കൈയിൽ നിന്ന് പുള്ള് ചെയ്തിട്ട് എങ്ങനെയാണ് റേഡിയോസിൽ മ്യൂസിക് വരുന്നത് എന്നും അവന് പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി? അപ്പോൾ ലൈബ്രറിയിൽ വില്യത്തിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്തായിരുന്നു? ദ പിക്ചർ ഓഫ് മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അപ്പോൾ എന്താണ് അവൻ കണ്ടിട്ടുള്ള വലിയ ട്രീനേക്കാൾ വലിയ പിക്ചർ ആയിട്ടുള്ള മെഷീൻ ടോളർ ആയിരുന്നു അത്. ഓക്കെ, ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് ഫാൻ. അപ്പോൾ എന്താണ്? ഫാനിനെ പോലെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ബ്ലേഡ്സ് അതിനുണ്ടായിരുന്നു. ഇറ്റ് ലുക്ക് ലൈക്ക് എ ജായിൻറ്റ് പിൻ വീൽ. അപ്പോൾ വലിയ ഒരു ജായിൻറ്റ് പിൻ വീല് പോലെയായിരുന്നു അത് കാണാൻ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ? അപ്പോൾ എന്തുകൊണ്ടായിരുന്നു വില്യം വിചാരിച്ചത് ഇത് ഒരു മെഷീനിനേക്കാൾ ഉപരി എന്തോ ആണെന്ന്? എന്തുകൊണ്ടായിരുന്നു വില്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? ബിക്കോസ് ഫോർ ഹിം ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അവൻ ഇതെന്തായിരുന്നു? വിശപ്പിനോട് പൊരുതാനുള്ള ഒരു ആയുധമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക്യാർഡ്? അപ്പോൾ എന്തിനാണ് വില്യം ജങ്ക്യാർഡിലേക്ക് പോയത്? വില്യം went to the junkyard with an idea that he could collect the raw materials from there. അപ്പോൾ അവർക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അവിടുന്ന് കളക്ട് ചെയ്യാം എന്ന ഒരു ഐഡിയയിലാണ് വില്യം ജങ്ക്യാർഡിൽ പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യംസ് വാസ് ക്രേസി? അപ്പോൾ വില്യമിന് ഭ്രാന്താണെന്ന് വില്ലേജേഴ്സ് ചിന്തിക്കാൻ കാരണം എന്തായിരുന്നു? ബിക്കോസ് വില്യം വാസ് കളക്ടിങ് തിങ്സ് ഫ്രം ജങ്ക്യാർഡ്. അപ്പോൾ ജങ്ക്യാർഡിൽ നിന്ന് ആർക്കും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വില്യം കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വില്ലേജേഴ്സ് അങ്ങനെ ചിന്തിച്ചത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഓഫ് ദ വിൻഡ്മിൽ? ഇങ്ങനെയാണ് വില്യം വിൻഡ്മില്ലിൻ്റെ ടവർ ഉണ്ടാക്കിയത്. വില്യം ആൻഡ് ഹിസ് ഫ്രണ്ട് കട്ട് ട്രക്സ് ഓഫ് ട്രീസ് ആൻഡ് മെയ്ഡ് എ ലോങ് പ്ലാഗ്സ്. അപ്പോൾ എന്താണ് ഈ ട്രീസിൻ്റെ ട്രങ്ക്സ്, അതായത് ചില്ലിയൊക്കെ മുറിച്ചിട്ട് എന്തുണ്ടാക്കി? പ്ലാങ്ക്സ് ഉണ്ടാക്കി, വലിയ വലിയ പ്ലാങ്ക്സ് ഉണ്ടാക്കി. ദേ ഹാമർ ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻഡ്മിൽ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇത് ഹാമർ ചെയ്ത് എന്തുണ്ടാക്കി? വിൻഡ്മില്ലിൻ്റെ ടവർ ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡിഡ് ദ ഓൺ ലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? അപ്പോൾ എപ്പോഴാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിയർ ചെയ്യാൻ തുടങ്ങിയത്? എന്താണ്? എപ്പോഴാണ് ദ ഓൺ ലുക്കേഴ്സ് സ്റ്റാർട്ടഡ് ടു ചിയർ വെൻ ദേ സോ വില്യം ലൈറ്റഡ് ദ ബൾബ് വിത്ത് ഹിസ് വിൻഡ്മിൽ. വിൻഡ്മിൽ ഉപയോഗിച്ചിട്ട് ബൾബ് കത്തിച്ചപ്പോഴാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വില്യമിനെ ചിയർ ചെയ്യാൻ തുടങ്ങിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? അപ്പോൾ അവൻ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് വില്യമിന് തോന്നാൻ കാരണം എന്താണ്? ബിക്കോസ് ഹിസ് എയിം വാസ് ടു ക്രിയേറ്റ് എ മോർ പവർഫുൾ വിൻഡ്മിൽ capable of pumping water to the fields of the village. എന്തായിരുന്നു അവൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, അവൻ്റെ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള വാട്ടർ വില്ലേജിലെ ഫീൽഡിലൊക്കെ പമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വിൻഡ്മിൽ ഉണ്ടാക്കുക എന്നായിരുന്നു വില്യത്തിൻ്റെ എയിം. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ജസ്റ്റ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് അവന് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.